അത് നാച്ചുറലായി വീണത്. അതിലൊന്നും നമ്മൾ ഗിമിക്സ് കാണിച്ചില്ല. ഇത് വീഴണം, കെട്ടുകമ്പി കെട്ടണം, വലിക്കണം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഈ ലാൽ സാറിൻ്റെ അതാണ് എക്സ്പീരിയൻസ് പറയുന്നത്. ചോട്ട മുമ്പേ പൂന്ത് വിളാടുന്നാണ് പുള്ളി പറഞ്ഞത് എൻ്റെ അടുത്ത്. ലാൽ സാർ എന്താ ചെയ്യുക, ബൈക്കിൽ നിന്ന് ലാൽ സാറെ വിട്ടിട്ട് ഞാൻ വേറെ ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് തിരിച്ചു വന്ന് ക്യാപ്ചർ ചെയ്യുമ്പോൾ ഹി വിൽ ബി ഇൻ ദ ഫ്രെയിം. അപ്പം ഞാൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഒരു കണ്ണിൽ പുള്ളി അത് വാച്ച് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ രാജു വന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ രാജു പറഞ്ഞു ഈ കാലെടുത്ത് അടിക്കണോ കോഡിങ്സ്, അപ്പോൾ ലെഫ്റ്റ് അടിക്കണം, റൈറ്റ് അടിക്കണം, ഇത് ഇങ്ങനെ പോസിബിൾ. 28 days ഒരേ ഇതിൽ ഷൂട്ട് ചെയ്യുമ്പോൾ മമ്മൂക്ക പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും ബോറടിക്കുന്നില്ലേ. മീര ജസ്മീനാണ് ഞാൻ ഭയങ്കര പേടിച്ചത്. കാരണം മീര ജസ്മീൻ്റെ ഫസ്റ്റ് ഫിലിം തൊട്ട് ഞാനാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാർ വേറൊരു പെണ്ണായിട്ട് അവിടെ മാറി. ഇതുവരെ പരിചയപ്പെട്ട മീര അല്ല സെറ്റിൽ വന്നു. ലാൽ സാർ വന്നുകൊണ്ടിരിക്കുന്നത് വേവ്സ് വന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുമ്പോൾ ടഫ് അങ്ങനെ വേവ്സ് ഭയങ്കര വേവ്സ് അടിച്ച് ലാൽ സാറുടെ ടൈറ്റ് ഫ്രെയിം വരുമ്പോൾ പുള്ളിയുടെ മോഹം കണ്ടിട്ട് ഞാൻ കറഞ്ഞു പോയി. ആ സമയത്തിലാണ് നമ്മൾ ക്യാമറ വയ്ക്കുന്നത് ലാൽ സാർ നടന്നു വരാൻ പറയുന്നത്. ലാൽ സാർ നടന്നു വരുമ്പോൾ വേറൊരു ഫിഗറായിട്ട് പുള്ളി ട്രാൻസ്ഫോർമേഷൻ ആവുന്നത് നമ്മൾ ക്യാമറയിൽ കാണും. അപ്പോൾ കട്ട് ചെയ്യാൻ പോലും തോന്നില്ല. സ്റ്റോറിക്ക് വേണ്ടി ഞാൻ എന്നെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യും.